നമസ്കാരം. ഉത്തർപ്രദേശിലെ ഹമീർപൂർ ജില്ലയിൽ നടന്ന അനധികൃത ഖനന കേസിൽ സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷനായ അഖിലേഷ് യാദവിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ CBI. ദില്ലിയിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി വ്യാഴാഴ്ച തന്നെ ഹാജരാവണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അനധികൃത ഖനനത്തിന് അനുമതി നൽകിയവരടക്കം 11 പേർക്കെതിരെയാണ് നിലവിൽ CBI FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ തങ്ങളുടെ സ്ഥാനം ദുരുപയോഗം ചെയ്തതായും ഇത് സംസ്ഥാനത്തിന് വലിയ നഷ്ടമുണ്ടാക്കി വെച്ചതായും CBIയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുമുണ്ട്. സാക്ഷിയായിട്ടാണ് നിലവിൽ അഖിലേഷ് യാദവിനെ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നത്. 2012നും 2016നും ഇടയിൽ UPയിലെ ഹമീർപൂർ ജില്ലയിൽ നടന്ന അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു കേസ് പൊങ്ങി വന്നത്. പിന്നീട് 2016ൽ അലഹബാദ് ഹൈക്കോടതിയാണ് ഹമീർപൂരിലെ അനധികൃത ഖനനത്തിനെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കാനാവില്ല എന്നും കർശന നടപടി വേണമെന്നും അലഹബാദ് ഹൈക്കോടതി ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും സംസ്ഥാന അധികാരികളുടെ ഒത്താശയോട് കൂടിയാണോ അനധികൃത ഖനനം നടന്നത് എന്ന റിപ്പോർട്ട് സമർപ്പിക്കാനാണ് CBIയോട് ആവശ്യപ്പെട്ടിരുന്നത്. ഇതേ തുടർന്ന് 2019 ജനുവരിയിൽ CBI FIR ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വലിയ കൊള്ള പുറത്തു വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ദില്ലി മദ്യനയ കേസിൽ ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനായ അരവിന്ദ് കെജ്രിവാളിന് എന്താണോ സംഭവിച്ചത് അതുതന്നെയാണോ UPയിലെ അനധികൃത ഖനന കേസിൽ ബന്ധപ്പെട്ടുകൊണ്ട് സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷനായ അഖിലേഷ് യാദവിനും സംഭവിക്കുക എന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ചോദ്യം ചെയ്യലിനൊടുവിൽ അധ്യക്ഷൻ അകത്തേക്ക് പോകുമോ എന്നുള്ള ആശങ്കയും ഉത്തർപ്രദേശിൽ ഒന്നടങ്കമുണ്ട്. നിലവിൽ എന്തായാലും ഇത് അഖിലേഷ് യാദവിനെ സമ്മാനിക്കുന്നത് വലിയൊരു തിരിച്ചടി തന്നെയാണ്, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ. ന്യൂസ് ഡെസ്ക് മലയാളം.